ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല നല്ല വേഷങ്ങൾ തന്നെയാണ്. അപ്പം തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞ സിനിമയിലൊരു പോലീസാണ്. എങ്ങനെയാണ് ഈ ഒരു വേഷം തിരഞ്ഞെടുത്തത്? ഈ സിനിമ വരുന്നത് നമ്മുടെ റൈറ്റർ രാകേഷ് എന്നെ വിളിക്കുന്നത് ഈ പടത്തിലോട്ട്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വേറെ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരുടെ കൂട്ടായ്മയാണ് എനിക്ക് വളരെ ഇഷ്ടമായത്. നമ്മൾ ഭയങ്കര ഒരു ഫാമിലി പോലെയാണ് നമ്മൾ ഈ പടം ചെയ്തത്. അങ്ങനെയാണ് ഞാൻ വന്നത്. പിന്നെ നല്ലൊരു പോലീസാണ് ഇതിനകത്ത്, ഫാമിലിയൊക്കെ ഉണ്ട്. റൊമാൻസ് ഉണ്ടോ? ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് റൊമാൻസ്. ഓ മൈ ഗോഡ്, നോ റൊമാൻസ് ഇല്ല. പാട്ട് സീനൊന്നും ഇല്ല. പാട്ട് സീൻ ഉണ്ടോ? പക്ഷെ അത് ഓക്കെ, യെസ്, കുറച്ച് റൊമാൻസ് ഉണ്ട്. യെസ്. നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. വേണമെങ്കിൽ അങ്ങനത്തെ സൃഷ്ടികൾ വരാം, വരില്ല എന്നില്ല. പക്ഷെ ചിലപ്പോ അതൊക്കെ കോമഡി വിധേയനായിരിക്കും ആൾക്കാര് ആദ്യം പ്രസന്റ് ചെയ്യുക, അല്ലാതെ ഒരു സീരിയസ് സിനിമയായിട്ട് പ്രസന്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്റെ ഭാഷയെ, എന്റെ നാടിനെ പറയാൻ ഞാൻ സമ്മതിക്കില്ല. നല്ല ഭാഷയല്ലേ? നല്ല ഭാഷയല്ലേ? ഹലോ, അതിപ്പോ ഞാൻ പറയട്ടെ, അതിപ്പോ കോട്ടയം ഭാഷയിലും പ്രേതം, അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഷയിലും അങ്ങനെ ഇല്ലല്ലോ. പ്രേതം സംസാരിക്കില്ലല്ലോ. പ്രേതം സംസാരിക്കാൻ മിക്കപ്പോഴും ഒരു അച്ചടി ഭാഷയിലായിരിക്കും, അല്ലേ? അച്ചടി പ്രേതം. ഹലോ, രാകേഷിനോടൊരു ചോദ്യം. ഈ ടൈറ്റിൽ നെയിമിലേക്ക് ചേട്ടൻ എങ്ങനെയാണ് വന്നത്? തയ്യൽ മെഷീൻ എന്നുള്ള ടൈറ്റിൽ നെയിം. ഇതിന്റെ ടൈറ്റിൽ തന്നെയാണ് ഇതിന്റെ പ്രമേയം. ഏറ്റവും നല്ല ടൈറ്റിൽ സാധാരണ ഈ തയ്യൽ മെഷീൻ എന്ന സിനിമയ്ക്ക് പേരിടാറുണ്ട്. ഒരു പുതുമയുണ്ട്. എങ്ങനെയാണ് അത് വന്നത്? അതൊരു ലേഡി ആർട്ടിസ്റ്റ് നമ്മുടെ ഗായത്രി ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ മൂവിയിൽ അങ്ങനത്തെ ഒരു പേര് വരുമ്പോൾ വ്യത്യസ്തമുണ്ടോ സിനിമയ്ക്ക്? അല്ല, നമ്മുടെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് അതാണ് നമ്മുടെ പ്രേതം. തയ്യൽ മെഷീനാണ് പ്രേതം. അപ്പൊ ഇതിന് അനുയോജ്യമായ ഏറ്റവും നല്ല പേര് തയ്യൽ മെഷീൻ തന്നെ. വിനീതത്തെ ചോദിച്ചാണ് മാറ്റണം ചോദിച്ചു. അപ്പൊ ഒരാളെ വേണ്ട, നല്ല പേരാണ്. മൂവിയിൽ ഇത് തയ്യൽ മെഷീൻ എത്രത്തോളം പുതുമയുണ്ട് ശരിക്കും? നമ്മളിത് അവകാശവാദങ്ങളൊന്നും പറയാനില്ല. നമ്മളൊരു പരീക്ഷണമാണിത്. കാരണം മലയാള സിനിമകളിൽ നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന പ്രേതങ്ങൾ അറിയാലോ. ആണി ഊരുമ്പോൾ വരുന്നത്, അല്ലെങ്കിൽ തീ കൊളുത്തി മരിച്ചത്. പക്ഷെ ഇത് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഹോളിവുഡ് ലെവലിലോട്ട് നോക്കുമ്പോഴത്തേക്കും അത്രയും പോകണ്ട. എന്നാലും നമ്മൾ അങ്ങനത്തെ സിനിമകളൊക്കെ വന്ന് വരുമ്പോഴത്തേക്കും എന്തുകൊണ്ട് മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ അവതരിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? അങ്ങനെയാണ് ഞാനും വിനയനും കൂടി ഡിസ്കസ് ചെയ്ത് ഈ സിനിമ എത്തിച്ചത്. ഇപ്പം തയ്യൽ മെഷീനിലാണ് പ്രേതം എന്ന് പറഞ്ഞല്ലോ. അപ്പം സാധാരണഗതിയിൽ ഇപ്പം ഈ പ്രേതം ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഒബ്ജക്ട്സിലായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യരുടെ അകത്തായിരിക്കും. അപ്പം ഈ ഐഡിയ എങ്ങനെ കൺവേ ആദ്യം കിട്ടിയത്? നമുക്ക് ഭയം എന്ന് പറഞ്ഞ സാധനം വരുന്നത് കാഴ്ച ഉണ്ടെങ്കിൽ, കേൾവി ഉണ്ടെങ്കിൽ മാത്രമേ ഭയമുള്ളൂ. കണ്ണ് കാണാത്തവനും ചെവി കേൾക്കാത്തവനും ഒരിക്കലും ഭയക്കേണ്ട കാര്യമില്ല. ഒന്ന് സൗണ്ട് എഫക്റ്റ്, അടുത്ത വിഷ്വൽ എഫക്റ്റ്. അപ്പൊ എനിക്ക് കിട്ടിയത് സൗണ്ട് എഫക്റ്റിലൂടെ. അപ്പൊ പിന്നെ അത് വിഷ്വൽ എഫക്റ്റ് ആയിട്ട് അത് ഇരുട്ടിലായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. അതെ, ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയേക്കുന്ന തന്നെ ഹൊറർ സബ്ജക്റ്റ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഗോസ്റ്റ് റൈറ്റർ ആയിരുന്നു. അപ്പൊ അങ്ങനെ വന്നതാണ്. എന്ന് വെച്ചാൽ നമ്മള് അസിസ്റ്റന്റ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ചെയ്യുന്ന പരിപാടിയാണ് അത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ഹൊറർ എഴുതാനാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് എഴുതിയത്. ഡയറക്ടറോട് ഒരു